സമഗ്ര പുനരധിവാസം വേഗത്തിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർ. വിലങ്ങാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുന്നു. അടിയന്തര ധനസഹായമല്ലാതെ മറ്റൊരു സഹായവും ലഭിച്ചിട്ടില്ലെന്നും വീടും ഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് ശാശ്വത പരിഹാരം ഉടൻ വേണമെന്നുമാണ് ദുരിതബാധിതരുടെ ആവശ്യം. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, 4 മാസം കഴിയുന്നു, ആശ്വാസ നടപടികളില്ല, പദ്ധതികളില്ല, ഒരു തരത്തിലും വിലങ്ങാട്ടുകാരെ കണ്ടില്ലെന്നുള്ള സമീപനമാണ് സർക്കാരിൻ്റെത്. എങ്ങനെ പ്രതിഷേധിക്കുന്നു അവിടുത്തെ ജനങ്ങൾ? ധന്യ, ഒരൊറ്റ രാത്രി കൊണ്ട് 100 ഇടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി എന്ന് ശാസ്ത്രീയമായ പഠനത്തിൽ തന്നെ കണ്ടെത്തിയ പ്രദേശമാണ് വിലങ്ങാട്. പ്രളയം നടന്നിട്ട് 4 മാസം പിന്നിടുന്നു. പക്ഷേ ഇപ്പോഴും നയാ പൈസ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. ലഭിച്ചതാവട്ടെ വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ്. അങ്ങനെ വന്നതോടുകൂടിയാണ് വിലങ്ങാട്ടെ മനുഷ്യർ ഒടുവിൽ പ്രതിഷേധത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് വിലങ്ങാടുണ്ടായത്. ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. നരിപ്പറ്റ, വാണിമേൽ പഞ്ചായത്തുകളിലായി കൃഷി മാത്രം ഏതാണ്ട് 13.5 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ സർക്കാർ അനുവദിച്ച് നൽകിയതാവട്ടെ കേവലം 11 ലക്ഷം രൂപ മാത്രം. വീട് നഷ്ടപ്പെട്ടവർ, വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടവർ, കടയും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട മനുഷ്യർ, അങ്ങനെ അനവധിയായ മനുഷ്യർ അവരുടെ ഈ 4 മാസങ്ങൾക്ക് ശേഷവും അവരുടെ ദുരിതം ഇങ്ങനെ ഇപ്പോഴും പേറുകയാണ്. ഒടുവിൽ അവരുടെ പ്രതിഷേധം തെരുവിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കിപ്പോൾ വിലങ്ങാട് എത്തുമ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ റോഡുകളും പാലങ്ങളും ഒക്കെ അന്ന് എന്താണോ 4 മാസം മുമ്പ് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ, മീഡിയ വൺ സംഘം വരുമ്പോൾ എന്താണോ അവസ്ഥ അത് തന്നെയാണ് ഇപ്പോഴും. എന്തായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് വിലങ്ങാട്ടെ മനുഷ്യർ. നോക്കൂ, വിലങ്ങാട് ടൗണിൽ നിന്ന് അല്പസമയം മുമ്പ് പ്രതിഷേധമായി അവർ വില്ലേജ് ഓഫീസിലേക്ക് എത്തി. ആ വില്ലേജ് ഓഫീസിൻ്റെ അവിടെ ധർണ സംഘടിപ്പിച്ചു. ആ ധർണയ്ക്ക് ശേഷം വിലങ്ങാട് ടൗണിലേക്ക് തിരികെ പ്രകടനമായി അവർ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു. വിലങ്ങാട് പള്ളി വികാരി അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ട് വീണ്ടും ഒരു പ്രക്ഷോഭത്തിലേക്ക് വിലങ്ങാട്ടെ മനുഷ്യർക്ക് വരേണ്ടി വരുന്നു? 4 മാസം ഇന്നേ ദിവസം തികയാണ്. ഈ 4 മാസത്തിനുള്ളിൽ ഇവിടുത്തെ ജനത്തിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള സഹായങ്ങളും ലഭിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള യാതൊരു പ്രവൃത്തികളും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി വെറും 6 മാസം മാത്രമാണ് അടുത്ത മഴക്കാലം. ഈ മഴക്കാലം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ ജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ പേടിയാവുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും സർക്കാരും ഭരണാധികാരികളും ഞങ്ങൾ ഇവിടുത്തെ ദേശത്തെ പുനരുദ്ധരിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഈ ദേശം തകർന്നു പോകും. അത് തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധ ധർണ നടത്തുന്നത്. ഇപ്പോൾ ലഭിച്ചത് എനിക്ക് തോന്നുന്നു അടിയന്തര സഹായമായി വെറും 10,000 രൂപ മാത്രമാണ്. അതിനുശേഷം പിന്നീട് ഒരുപക്ഷെ 1 മാസത്തെ വാടകയോ മറ്റോ ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം വാടകക്കാർക്കൊക്കെ എന്താ ചെയ്തത്? വാടകയ്ക്ക് പോയ ആളുകളൊക്കെ എന്താ ചെയ്തത്? വാടക ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ ഈ അപകടകരമായിട്ടുള്ള ഭവനങ്ങളിലേക്ക് നല്ല ശതമാനം തിരിച്ചു വരികയാണ് ഉണ്ടായത്. അവർക്കല്ലാതെ വാടകയ്ക്ക് അവർ നിർത്താത്തൊരു സാഹചര്യം വന്നു. ചിലരെങ്കിലും വീട്ടിൽ നിന്നും ഇറക്കി വിടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ തിരിച്ചു വരികയാണ് ഉണ്ടായത്. എന്താണ് വിലങ്ങാടുകാർ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി? അവരുടെ ഒരു പ്രൊജക്ട് എന്ത് വേണമെന്നാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം? പ്രധാനമായിട്ടുള്ള ഒരു പാക്കേജ്, വിലങ്ങാട് പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടാകണം. കാരണം ഇവിടെ ഒത്തിരി ലോൺ എടുത്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ നിസ്വാർത്ഥമായിട്ടുള്ള സഹായവും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേകമായ വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. ഓക്കെ, തീർച്ചയായും ധന്യ. ഒരു വിലങ്ങാട് പാക്കേജ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ മന്ത്രിമാരുടെ സംഘം, ഇവിടെ 5 മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ള ആളുകളൊക്കെ നേരത്തെ ഇവിടെ എത്തിയിരുന്നു. അവരിവിടെ വന്ന് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതാണ്. അന്ന് പ്രഖ്യാപിച്ചതാണ് വയനാട് പോലും സമാനമായ തരത്തിലുള്ള ഒരു വിലങ്ങാട് പാക്കേജ് ഉണ്ടാകുമെന്ന്. ഒരു പാക്കേജും നടപ്പിലായില്ല. 4 മാസം കഴിയുമ്പോൾ അതുകൊണ്ടാണ് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും ഒന്നും കൂടെ കീഴിലല്ലാതെ വിലങ്ങാട്ടെ മനുഷ്യരൊടുവിൽ പ്രതിഷേധവുമായി ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇതൊരു സൂചന എന്ന നിലയ്ക്കുള്ള ഒരു സമരം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അവരിതിനെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇനിയും സർക്കാർ
ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ നിലപാടുണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക്, വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് അറിയിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സൂചനാ സമരം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രതിഷേധ മാർച്ച് വിലങ്ങാട് ടൗണിലേക്ക് എത്തും. വിലങ്ങാട് ടൗണിൽ മാർച്ച് അവസാനിക്കുകയും ചെയ്യും. ധർണാ സമരം കഴിഞ്ഞിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കക്ഷിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഒന്നും കീഴിലല്ലാതെ ഒരു ജനങ്ങൾ എന്ന നിലയ്ക്ക് കൂട്ടായ തരത്തിലേക്ക് ഒരു പ്രതിഷേധം, പ്രക്ഷോഭം ആ മാർഗമാണിപ്പോൾ അവർ അവലംബിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നതുപോലെ വലിയ നാശനഷ്ടം, ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാകുന്നു. ആളുകൾ അധികം ആൾനാശം ഉണ്ടായില്ല, ആളപായം ഉണ്ടായില്ല എന്നുള്ളത് ശരി തന്നെയാണ്. ഒരാൾ മാത്രമാണ് ദുരന്തത്തിൽ മരിച്ചത്, മത്തായി സാർ എന്ന് പറയുന്ന ഒരാൾ. അതിനപ്പുറത്തേക്ക് ആളുകൾ ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടുകൂടി ഈ അവഗണന എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് കൈവിട്ട ശേഷമാണ് ഇവർ ഈ പ്രതിഷേധത്തിലേക്ക് ഈ രാഷ്ട്രീയമൊന്നും നോക്കാതെ കടന്നിരിക്കുന്നത്. മറ്റൊരു വഴിയുമില്ല. കാരണം ഒരാൾ മാത്രം മരിച്ചതുകൊണ്ട് ആ മരണം മാത്രമാണ് നോക്കിയത് എന്നൊക്കെ ഇതിനു മുൻപ് തന്നെ അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കുണ്ടായ നാശനഷ്ടം എത്രയാണെന്ന് നമുക്കറിയാം. സർക്കാരിനും കൃത്യമായി ബോധ്യപ്പെട്ടതാണ് എന്നുള്ളതാണ്. കാരണം സർക്കാർ തന്നെ നിയോഗിച്ച സമിതി അവിടെ കണ്ടെത്തിയ നാശനഷ്ടം 13.10 കോടി രൂപയുടേതാണ്. പക്ഷേ കർഷകർക്ക് നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ 11.5 ലക്ഷം രൂപ മാത്രമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിലവിലെ അവിടുത്തെ അവസ്ഥ. അവിടെ വീടുകൾ, ഈ പൊതു നിരത്തുകൾ, ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളൊരു വലിയ വേദനയിലേക്ക് ആ നാട്ടുകാർ മൊത്തം പോകുമ്പോൾ ഈ അന്വേഷണം, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എത്ര പേർ വന്നിട്ടുണ്ട്, എത്ര പേർ ഇതെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. 5 മന്ത്രിമാരുണ്ട്, ചീഫ് സെക്രട്ടറി അടക്കമുള്ള വലിയ ഉദ്യോഗസ്ഥ സംഘമൊക്കെ ഇവരുടെ ഈ വിങ്ങലും വിതുമ്പലും ഒക്കെ കണ്ടുപോയതാണ്. എന്നിട്ടും ഒരു പരിഹാരത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ എന്തായിരിക്കും സർക്കാർ ഉദ്ദേശിക്കുന്നത്? അവിടെ ജനപ്രതിനിധികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായും അതെ, അതാണ് നമ്മൾ നോക്കുക. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വിലങ്ങാട്ടെ മനുഷ്യർ ഒന്നടങ്കം ഇവിടെ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് 4 മാസം കാത്തിരുന്നതിന് ശേഷമാണ് അവർ സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം എന്ന തരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. കാരണം അവരവരുടെ ഗതികേട് കൊണ്ട്, നിവൃത്തികേട് കൊണ്ട് വിലങ്ങാട്ടെ മനുഷ്യർക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവിടുത്തെ മനുഷ്യർക്ക് ഉണ്ടായത്.